ഇതൊരു കുറ്റകൃത്യമായിട്ട് ആണ് ആദ്യമായിട്ട് കണക്കാക്കുന്നത്. എന്നാൽ ഇതിൻ്റെ പിന്നിലുള്ള ഒരു ശാസ്ത്രീയമായിട്ടുള്ള ഒരു പഠനവും അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള പെരുമാറ്റത്തിൻ്റെ കാരണവും ഒന്നും വിശകലനം ചെയ്യുന്ന ഒരവസ്ഥ ഉണ്ടാവുന്നില്ല എന്നുള്ളതൊരു വസ്തുതയാണ്. ഇപ്പോൾ നമുക്ക് നന്നായിട്ട് ഇന്നത്തെ ലോകത്തിന് അറിയുന്നതാണ് ഈ പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ. അത് പൊതുവേ ഇന്നത്തെ സമൂഹത്തിൽ കണ്ടുവരുന്നുണ്ട്. പഴയ കാലങ്ങളിലൊക്കെ ആണെങ്കിൽ വീട്ടിൽ ഒരുപാട് ആളുകളുണ്ടാവും, കൂട്ടുകുടുംബമൊക്കെ ആകുമ്പോൾ പ്രസവാനന്തരം നടത്തുന്ന വലിയ ശുശ്രൂഷകളുണ്ട് ഒരു സ്ത്രീക്ക്. അത് അമ്മൂമ്മമാരൊക്കെ ഉണ്ടാവും കൂടെ. അപ്പോൾ അവരുടേതായിട്ടുള്ള എക്സ്പീരിയൻസിൻ്റെ ഭാഗമായി ചിലത് പൂർണ്ണമായി ശാസ്ത്രീയമായിരിക്കണം എന്നില്ല, പക്ഷേ അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കാനും അറിയാനും കുഞ്ഞിൻ്റെ സംരക്ഷണം എല്ലാവരും കൂടി ഏറ്റെടുക്കുന്ന ഒരവസ്ഥയും ഒക്കെ ഉണ്ട്. എന്നാൽ ഇപ്പോഴത്തെ അണുകുടുംബമായി മാറിയതിന് ശേഷം നമുക്ക് കാണാൻ കഴിയുന്നത് അത്തരത്തിലുള്ളൊരു കൂട്ടായ്മ ഒരു കുഞ്ഞിൻ്റെ ജനനത്തിൻ്റെ സമയത്തോ കുഞ്ഞിനെ വളർത്തിയെടുക്കുന്ന സമയത്തോ ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ്. പൂർണ്ണമായിട്ടും അത് കുഞ്ഞിൻ്റെ അമ്മയിലേക്ക് ഒതുങ്ങുന്ന ഒരവസ്ഥ പലയിടത്തും ഉണ്ടാകുന്നു. അമ്മമാരെന്ന് പറയുന്നത് ചെറിയ പ്രായക്കാരാണ്, പ്രായപൂർത്തിയായിട്ടൊക്കെയാണ് പ്രസവിക്കുന്നത്. പക്ഷേ ഇന്നത്തെ ജീവിത സാഹചര്യത്തിൽ 18 വയസ്സ് കഴിഞ്ഞാലും അവരെല്ലാം പ്രത്യേക പരിഗണന ആഗ്രഹിക്കുന്ന കുട്ടികളായിട്ടാണ് തോന്നുന്നത്. ഇപ്പോൾ പ്രായം മനുഷ്യൻ്റെ പുരുഷായുസ് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്, പ്രതീക്ഷിതായുസ് കൂടിക്കൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ പ്രത്യേകിച്ച്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു 40-50 വയസ്സാകുമ്പോഴും യുവത്വം നിലനിൽക്കുന്നു എന്ന തോന്നലാണ് മനുഷ്യർക്ക് ഉണ്ടാകുന്നത്. ഇപ്പോൾ ഒരു 18-20 വയസ്സൊക്കെ വളരെ ഒരു കുട്ടിത്വത്തിലുള്ള ഒരവസ്ഥ തന്നെയാണ് ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ ഈ പ്രസവത്തിന് ശേഷം ഉണ്ടാകുന്ന ഒരു ഒറ്റപ്പെടൽ പല പെൺകുട്ടികൾക്കും ഫീൽ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് തോന്നുന്നത്. ചിലരിലത് വളരെ ചെറിയ അളവിൽ ചെറിയൊരു വിഷാദമായിട്ട് അതങ്ങ് ഒതുങ്ങും. അതിനെ അവർ റിക്കവർ ചെയ്യും വേഗം. കുഞ്ഞുമായിട്ട് വളരെ പെട്ടെന്ന് അടുക്കുകയും കുഞ്ഞിൻ്റെ കളിചിരികളും കാര്യങ്ങളും ഒക്കെ കാണുന്ന സമയത്ത് അവരിലൊരു ഉത്തരവാദിത്വ ബോധം വരും. എന്നാൽ എല്ലാവർക്കും അങ്ങനെ വരുന്നില്ല എന്നുള്ളതാണ്. വളരെ മൈൽഡായിട്ട് ഡെവലപ്പ് ചെയ്യുന്ന ഒരു വിഷാദം അത് അവസാനം ഒരു സൈക്കോസിസ് തലത്തിലേക്ക് എത്തിച്ചേരുന്നു എന്നുള്ള അനുഭവങ്ങളുണ്ട്. അപ്പോൾ തുടക്കത്തിൽ തന്നെ കണ്ടറിഞ്ഞ് അതിനാവശ്യമായിട്ടുള്ള നടപടികളെടുത്താൽ ഇത് ഒരു അസുഖമായിട്ട് വളർന്നു വരാതെ സംരക്ഷിക്കാൻ നമുക്ക് സാധിക്കും. അതുകൊണ്ട് തന്നെ പ്രസവത്തിന് മുൻപും പ്രസവത്തിന് ശേഷവുമുള്ള വലിയ ബോധവൽക്കരണം, ആവശ്യമായിട്ടുള്ള അറിവ് പകരൽ, അതൊക്കെ ആവശ്യമായിട്ട് വന്നിരിക്കുകയാണ്. ഈ കുറ്റകൃത്യം പലപ്പോഴും നടക്കുകയാണ്, ഒരു തരം എനിമിറ്റി ക്രിയേറ്റ് ചെയ്യുകയാണ് കുഞ്ഞിനോട്. അത് താൻ ഒറ്റപ്പെട്ടു എന്നുള്ള തോന്നലോ അല്ലെങ്കിൽ തനിക്ക് ശ്രദ്ധ കിട്ടുന്നില്ല എന്നുള്ള തോന്നലോ അതങ്ങനെ പറയുന്നില്ല. പക്ഷേ അത്തരത്തിലുള്ളൊരു തോന്നലിൽ നിന്ന് ഈ കുഞ്ഞൊരു അധികപ്പറ്റാണെന്ന തോന്നലിലേക്ക് ചിലപ്പോൾ ചില പെൺകുട്ടികളുടെ മനസ്സ് എത്തിച്ചേരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് സാധാരണ നാട്ടുപുറത്തൊക്കെ പണ്ടേ ഉണ്ടാകാറുണ്ട്. ചിലരിങ്ങനെ ഈറ്റുപ്രാന്ത് എന്നൊക്കെ പറയുമായിരുന്നു. പക്ഷേ അത് കുറച്ച് കൊണ്ടുവരാനുള്ള ഈ വിഷമം ഒഴുക്കി വിടാനുള്ള വഴികൾ കുറഞ്ഞു വരുന്നത് കൊണ്ട് ഇത് അധികരിച്ച് ഒരു വ്യക്തിയുടെ പ്രശ്നമായിട്ട് മാറിപ്പോവുകയും അത് ഇതുപോലെ കുഞ്ഞിനെ തന്നെ നശിപ്പിക്കുന്ന കുറ്റകൃത്യമായി മാറുകയും ചെയ്യുന്ന കേസുകളുണ്ട്. എല്ലാ കേസുകളും ഇങ്ങനെ ആവണമെന്നില്ല, പക്ഷേ ഇങ്ങനെയുള്ള കേസുകളും ഉണ്ടാവാം. അതുകൊണ്ട് ഇത്തരം കേസുകളിൽ നല്ലൊരു അനാലിസിസ് നടത്തുകയും എന്താണ് അതിന് പ്രതിവിധി എന്ന് കണ്ടെത്തിക്കൊണ്ട് ഇത്തരത്തിലുള്ള പെരിനാറ്റൽ പ്രശ്നങ്ങൾ കുറച്ച് കൊണ്ടുവരികയും ചെയ്യണം എന്നുള്ളത് സമൂഹത്തിന് മനസ്സിലാവണം. അതിനാവശ്യമായ നടപടിക്രമങ്ങളിലേക്ക് നമ്മൾ പോകണം.